ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈൻക്രാഫ്റ്റ് ഗൈസ്. നമ്മളിന്ന് മൈൻക്രാഫ്റ്റ് കളിക്കുന്നത് മൈൻക്രാഫ്റ്റ് പാർട്ട് 11 ആണെന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ കഴിഞ്ഞ വട്ടം നമ്മൾ ഇത് രണ്ടെണ്ണം നെതറൈറ്റ് ആക്കിയിട്ടുണ്ടായി ഗൈസ്. നെതറൈറ്റിലോട്ട് ആക്കിയിട്ടുണ്ടായി ഗൈസ്. പിന്നെ അതേ ഈ 3 ഇത് വെച്ചിട്ടുണ്ടായി ഗൈസ്. നമ്മൾക്ക് പിന്നെ ട്രിംസ് തികഞ്ഞിട്ടുണ്ടായില്ല. ബട്ട് ഇന്ന് നമുക്ക് ട്രിംസ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഇതുണ്ട് ഗൈസ്, ബ്ലോക്ക് ഓഫ് ഗോൾഡ് ഉണ്ട്. വേറെ ഞാൻ കാണിക്കാം. ഞാൻ ഗൈസ് ഇത്രയും കുഴിച്ചു പോയി 8 ഇത് കിട്ടി. പിന്നെ ഞാനൊരു ബേഷ്യം അങ്ങനെ ഒരു സാധനമില്ല ഗൈസ്, ഈ ബ്ലോക്ക് ഓഫ് ഗോൾഡ് ഇടണ അതും കണ്ടുപിടിച്ച്. പിന്നെ അപ്പോഴാണ് ഗൈസ് ഈ 2 സംഭവം എനിക്ക് ആ പെട്ടിക്ക് അതൊന്ന് കിട്ടി. 12ഉം 15 കിട്ടി. ഇത് വെച്ചാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഓക്കെ, ഇതിങ്ങനെ വെക്കാൻ പറ്റുമല്ലോ ഗൈസ്? എനിക്കറിയില്ല. ഇതിങ്ങനെ വെക്കാൻ പറ്റും ഗൈസ്. ഒന്നും പറ്റുന്നില്ല. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഒരു ഹോപ്പർ ഉണ്ടാവും. സംഭവം എന്ന് വെച്ചാൽ ഗൈസ്, അവിടെ ഒരു ക്രീപ്പർ ഒന്ന് പൊട്ടിത്തെറിച്ച് ഒരു ക്രീപ്പർ ഒന്ന് പൊട്ടിത്തെറിച്ച് ഗൈസ്. ആ ലക്ക് പോയി. ലക്കല്ല ഗൈസ്, ഭാഗ്യമില്ല. വേറെന്ത് പറയാൻ, ചെസ്റ്റ് പൊട്ടി. അവിടുത്തെ പകുതിത്തോളം പൊട്ടിപ്പോയി ഗൈസ്. വേണ്ട, ഒരു ഹോപ്പർ വെച്ചിട്ടുണ്ട്. ബട്ട് ഇതിൽ തിങ്ങി നിറഞ്ഞിരിപ്പുണ്ട്. ഒരു സ്റ്റോറേജ് ഏരിയ വീണ്ടും സെറ്റ് ആക്കണം. അതുവരെ അത് അതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടാവും. ഓ നൈസ്. അതിൽ ഇപ്പറൊന്നുമില്ല അതന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും പരിപാടി തുടങ്ങിയേക്കാം ഗൈസ്. ഈ 15 ബ്ലോക്ക് ഓഫ് ഗോൾഡും ഗോൾഡ് ഇൻഗോട്ട് ആക്കി എടുക്കണം ഗൈസ്. നമുക്ക് എന്തായാലും എടുക്കണം, സെറ്റാക്കാം. അതിനുണ്ട് ഗോൾഡ് ഇൻഗോട്ട്. ഈ ഹോപ്പർ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഓടിയിരിക്കട്ടെ. ഗൈസ്, ഇന്ന് എന്തായാലും നമ്മൾ ഫുള്ള് നെതറൈറ്റിലോട്ട് ആയിരിക്കും. പൊളി ഗൈസ്, പൊളി ഗൈസ്. എല്ലാം കിട്ടി, എല്ലാം ഗൈസ്. 2 സ്റ്റാക്കുകളുണ്ട് നമ്മുടെ. ഇനി വല്ലതും എൻ്റെ പൊന്ന് റിച്ചാണ്. ഓക്കെ, ഇതും പിടിച്ചു. 64 പോളി. നമ്മിതിൽ റിച്ച്. ഇനി വേണ്ടത് നമ്മുടെ നെതറൈറ്റ് സ്ക്രാപ്പാണ്. നെതറൈറ്റിനും കെട്ടുണ്ട്, സെറ്റാക്കാം. നമ്മുടെ ഈ ടേബിളിൽ പോയിട്ട് ഒരെണ്ണം വെക്കണം. പിന്നെ ഇത് വെക്കണം. ഓക്കെ, വരൂലേ? കംപ്ലീറ്റ് ഉണ്ടോ ഗൈസ്? പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ വരൂലേ ഗൈസ്? പിന്നെ എന്ത് ചെയ്യും? എന്താ സംഭവം മറന്നുപോയല്ലോ. അതും വന്നില്ല ഗൈസ്. നോക്കണ്ടല്ലോ ഗൈസ്. എന്ത് ചെയ്യും? ചെസ്റ്റ് ഉണ്ടാക്കിയാലോ? എന്തായാലും പറ്റാത്ത സ്ഥിതിക്ക് ഞാൻ തീരുമാനിച്ചു.
ഇതുണ്ടാക്കാൻ പോണു. എന്ത് നമ്മുടെ സ്റ്റോറേജ് കുറേ ആയി. ഇനി എൻ്റെ കൊണ്ട് സാധിക്കുക. സ്റ്റോറേജ് ഫുള്ള് ഞാൻ നോക്കൂ ഗൈസ്. നല്ല കുഴപ്പമില്ല ഗൈസ്. ഓക്കെ, 1 2 3 4. ടോർച്ചുണ്ട്. ഷിറ്റ്, വെരി ഷിറ്റ്. ഇത് വളരെ കഷ്ടമാണ് ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞത്. 1 2 3 4 5 7 8. ഓക്കെ, 8. ടോർച്ച്. ഓക്കെ ഗൈസ്, 1 2 3 4 5 6 7 8 സെറ്റ്. ഇനി അങ്ങോട്ട് കുറച്ച് കിട്ടുക. പണ്ടൊക്കെ പാടില്ല ഗൈസ്, ചെറിയൊരു ഇതുണ്ട്. അതാണ് ഒരു സൗണ്ട് പോലെ ആയിരിക്കണേ. ഓക്കെ, കുറെ കഴിക്കുമ്പോൾ സ്റ്റോൺ കുറച്ച് നിൽക്കും. ഗൈസ്, എൻ്റെ സ്റ്റോറേജ് ഒട്ടുമില്ലെന്ന് പറഞ്ഞാൽ ഒട്ടുമില്ല ഗൈസ്. നമുക്ക് ക്രീപ്പർ ഫാമിന് മുമ്പ് അത് ഇത് പണിയായിരുന്നു. പറഞ്ഞിട്ട് എന്ത് ചെയ്യും? കുറച്ചൊന്നും മഞ്ചാണ് ഗൈസ്, കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇത് മൈൻഡ് ചെയ്തിട്ട് ഞാൻ ബാക്കി കാണാം. ഓക്കെ ഗൈസ്, നമ്മൾ അങ്ങനെ ഫുള്ളും സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ബ്ലോക്ക് അടിയിലോട്ട് വേണം. ഇതെല്ലാം ഡിസ്പോണായി പോകുമെന്നായി. നമുക്ക് കോബിൾ സ്റ്റോൺ 2 സ്റ്റാക്ക് കിട്ടി. അത് പൊളി. കൊടുക്കാണ്ട് കുഴിച്ച് പോകണം. ഗൈസ്, അടിയിൽ നമുക്ക് വുഡ് വിരിക്കണം. വുഡ് അത്യാവശ്യമാണ്. ഓക്കെ. അയ്യോ ഗൈസ്, എൻ്റെ നെതറൈറ്റ് ക്യാപ്സ്. എൻ്റെ നെതറൈറ്റ് പിക്കാപ്സ് മാറ്റി വല്ലതും എടുക്കുക ഗൈസ്. അതേ ഒരു പിക്കാപ്സ് ഉണ്ട്, ഇത് സെറ്റാക്കാം. വേറൊരു ഡയമണ്ടിൻ്റെ പിക്കാപ്സ് ഉണ്ട്. ഒരു വില്ലേജ് നമ്മൾ എക്സ്പ്ലോർ അങ്ങനെ അധികം ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ ഇതിനുള്ളിൽ ഈ കേവ് നമ്മുടെ ബേസിനുള്ളിൽ എല്ലാ സംഭവം.
കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ മൈൻഡ് ചെയ്ത് ലാസ്റ്റ് ബ്ലോക്കും ഗൈസ് അങ്ങനെ മൈൻഡ് ചെയ്ത് എല്ലാവരും ലൈക്കും സ്ഥലം നോക്കിയിട്ട് റിപ്പോർട്ട് ചെയ്തു ഗൈസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്ഥലമുണ്ടോ ഇതിൽ? സ്ഥലമുണ്ടോ? ഓക്കെ, നമുക്ക് ഇത് ഇങ്ങോട്ട് വെക്കാം, ഇതും ഇങ്ങോട്ട് വെച്ചേക്കാം. നമുക്ക് ആദ്യം ഒരു ചെസ്റ്റ് തീർന്നോ ഗൈസ്? എത്ര പെട്ടെന്നാ തീർന്നേന്നുണ്ടോ? ഇതിലോട്ട് ഇവിടെ ആദ്യത് ഇങ്ങോട്ട്, പിന്നെ ഇതിലോട്ട്, പിന്നെ ഉണ്ടല്ലോ ഗൈസ് ഇത്രയേ ഉള്ളൂ. നമുക്ക് സെറ്റാക്കാം. ഓക്കെ തീരാറായി. ഓ നോ ഗൈസ്, അത് തീർന്നു നമ്മുടെ കോബിൾ സ്റ്റോൺ കിട്ടിയതെല്ലാം അങ്ങോട്ട് വെച്ചത്. എന്നിട്ട് നമുക്ക് കിട്ടിയ നമുക്ക് വുഡ് വെച്ച് സെറ്റാക്കാം. എന്നിട്ട് ബാക്കി നമ്മുടെ വുഡ് എടുക്കൂ. ഒരു സ്റ്റാക്ക് ഉണ്ട്, പിന്നെ ഒരു 8 എണ്ണം കൂടി ഉണ്ട്. വുഡ് നമ്മൾ ഇങ്ങനെ വരാൻ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു ബ്ലോക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മുകളിൽ കയറി നിന്നിട്ട് ഇങ്ങനെ ആക്കാലോ. ഓക്കെ, പിന്നെ ബ്ലോക്കും കൂടെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ അതേപോലെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒരു ബ്ലോക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇനി ഇവിടെ ഇങ്ങനെ പിന്നെ ഷിറ്റ് ഗൈസ്, അതൊന്നും ഇത് ഓക്കെ. ഇനി എല്ലാം അങ്ങോട്ട് പൊട്ടിക്കോട്ടെ. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഇനിയാണ് മെയിൻ പരിപാടി. സംഭവമൊക്കെ സാരില്ലേ ഉണ്ടല്ലോ. ആ ഗൈസ്, പൊളി ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ ഗൈസ്, ഇത് സെറ്റ്. ആദ്യം വേറെ ഡിസൈൻ ചെയ്യാനായിരുന്നു ഒരു ഇത്, പക്ഷേ ഇപ്പോൾ ഇങ്ങനെ മതി. ഗൈസ്, അത് പൊട്ടിച്ച് കയ്യിലെടുക്കുക, അവിടെ വെച്ചിട്ട് സെറ്റ്. പിന്നെ സെറ്റ്
അടുത്ത സ്റ്റാക്ക് പോരട്ടെ. ഓക്കെ ഗൈസ്, വലിയതൊന്നുമില്ല. ഓക്കെ, ഇതൊക്കെ വെറുതെ ഇങ്ങനെ ഓക്കെ ഓക്കെ ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ഇങ്ങനെ 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 കിടക്കിടക്ക് ഓക്കെ ഓർമ്മ കൊടുക്കണം ഗൈസ്. ഇവിടെ ഇവിടെ വെച്ചാൽ ഇവിടെ. ഓക്കെ ഗൈസ്, വുഡ് വേണ്ടി വരുമെന്നൊരു സംശയമില്ല. അയ്യോ അയ്യോ അയ്യോ, ഇന്നൊരു നാളുകളുണ്ട്. കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ വുഡ് ഇനിയും ഉണ്ട്. ജസ്റ്റ് ഉണ്ടാക്കാനുള്ള വുഡ് ഉണ്ടാകുമോ? ഓ നമുക്ക് വുഡ് സെറ്റാണ്. മിക്കവാറും തകയായിരിക്കും. ലാസ്റ്റ് നമുക്ക് പൊളിക്കാം. വുഡ് ഇനിയും ഉണ്ട്, വുഡ് ഉണ്ട്. നമുക്ക് മേളിലോട്ട് ഒന്നും കൂടെ ഗൈസ്, നിങ്ങൾ ഇപ്പോൾ ഇത് കണ്ട ഗൈസ്, നമ്മൾ അങ്ങനെ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഗൈസ് ഒരു ഡിസൈൻ എന്ന് പറയണത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് അറിയില്ല ഗൈസ്, നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഇത് മാറ്റണമെന്നുണ്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ യെസിന് വുഡില്ലാത്തോണ്ട് നമുക്ക് മേളിൽ ഒന്നും ചെയ്യണ്ട. പിന്നെയാണ് നമ്മുടെ മെയിൻ പരിപാടിയായിട്ടുള്ള ചെസ്റ്റ് നിർമ്മാണം. ഓക്കെ ഗൈസ്, എത്ര ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും? എത്ര ചെസ്റ്റ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. 9 എണ്ണോ? 3 4 5 9 ചെസ്റ്റ് ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റുമോ? ഇത് കാണണം കൂടെ. അപ്പോൾ ഇനി ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല ഗൈസ്, ആകെ 9 എണ്ണം പറ്റുമോ?
മേളിലവർക്കാവും കുഴപ്പമില്ല വെച്ചിരിക്കട്ടെ. നിലവിൽ ഇത്രയുമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വുഡ് മൈൻ ചെയ്യാൻ പോകണം ഗൈസ്. നമുക്കതിൽ വുഡ് മൈൻ ചെയ്യാൻ ഇറങ്ങാം. നെതർ പോർട്ടലാണ് ഗൈസ്, വേറെ ഒന്നുമില്ല. ഇവിടെ ഡയമണ്ട് ആക്സ് എടുത്തത് നമുക്ക് എന്തായാലും പറക്കാം ഗൈസ്. ഒരു കുതിരേനെ ടൈം ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നമ്മൾ വളർന്നിട്ടുണ്ട്. നമ്മുടെ മരമൊക്കെ സെറ്റായിട്ട് വളർന്നിട്ടുണ്ട്. ഗൈസ് നമുക്ക് അടുത്തൊരു ട്രീ ഹൗസ് ഉണ്ടാക്കണോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ. ഗൈസ് ഇത് കുറേ ഉണ്ടല്ലോ. അയ്യോ ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത മരവും സെറ്റാക്കാം. എല്ലാം താഴോട്ടാണ് മരമൊക്കെ മൊത്തം വെട്ടിക്കളയാ. എല്ലാ വുഡും തന്നെ നമ്മുടെ ഈ ഒരേ ഒരു മരത്തിൽ തന്നെ കുറച്ച് കുറേ കിട്ടി. ഗൈസ് പൊളിയാക്കിയിട്ടുണ്ട് ഗൈസ് നമ്മുടെ. ഇതെന്ത് മരമാണ് ഗൈസ്, സൂപ്പർ സാധനങ്ങൾ. ഇതൊക്കെ നമുക്ക് എടുക്കാം. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ മരം. ഓക്കെ 42 സെറ്റ്. ഇത്രയാക്കാൻ മതി ഗൈസ്. ഇനി നമുക്ക് എത്ര ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും തികയോന്നറിയില്ല ഗൈസ്. എന്തായാലും നമുക്ക് നോക്കാം. അടിയിലൊക്കെ പോട്ടെ. ക്രാഫ്റ്റിംഗ് ടേബിൾ ഓക്കെ ഗൈസ്. ഒരു സ്റ്റാക്കായി. ജസ്റ്റ് how many chests are I had made? വീണ്ടും 9 അതിലാണ്ട് ഒരു നീണ്ട് 9 ഗൈസ്. ഒരു സ്റ്റാക്കായി. ഒരു സ്റ്റാക്ക് 36. ശരിയായിട്ടുണ്ട്. 21 ഉണ്ട് ഗൈസ് നമ്മുടെ കയ്യിൽ. ഇതാണ് നമുക്ക് വെക്കാം. ഓക്കെ ഓക്കെ ഗൈസ്, പാട്ട് പിന്നെ ഇതിവിടെ ഇത്ര ഇങ്ങനെ ചെസ്റ്റ് വേണ്ട. ഇങ്ങനെ അതിലായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളത്. ഒരു
ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം. പിന്നെ അടുത്ത ഏത് ഗെയിം കളിക്കണം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. പറ്റുമെങ്കിൽ നമുക്ക് GTA San Andreas Vice City പറ്റുമെങ്കിൽ നമുക്ക് നോക്കാം ഗൈസ്, സെറ്റാക്കാൻ പറ്റുമോ നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ആ വീഡിയോയിൽ ആരും ഒന്നും കിട്ടില്ല, എന്നാലും ഇവിടെ ഒരു കോളം ഞാൻ ഇവിടെ ഒഴിച്ചിട്ടുണ്ട് ഗൈസ്, നിങ്ങൾക്ക് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ചെറിയൊരു ഗെയിമാണ് ഗൈസ്. ആരെങ്കിലും സബ്സ്ക്രൈബും ലൈക്കും ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഫസ്റ്റ് കമൻറ്റ് അങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ മതി ഗൈസ്. ആ ഒരു പേര് ഞാൻ ഇവിടെ പിൻ ചെയ്തതായിരിക്കും, സത്യമായിട്ടും ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ ബൈ. അടുത്തൊരു പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.